ഹലോ ഗൈസ്, അങ്ങനെ ആദർശ് നയനയുടെ ചതി തിരിച്ചറിഞ്ഞതിനു ശേഷം നയന അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ആദർശ് നയനയെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നയന പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. പഴയ പോലെ തന്നെ നയനയെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില് നീ ഭയങ്കര അഹങ്കാരിയാണ്, നിനക്ക് പൈസ കിട്ടിയപ്പോ നീ ഇപ്പൊ ഭയങ്കര അഹങ്കാരിയായിട്ടുണ്ടെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇതൊക്കെ നയനയെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നയന ചിന്തിക്കുന്നുണ്ട്, ആദർശേട്ടൻ എന്താ ഇങ്ങനെ ഒരു മാറ്റം? ആദ്യം എന്നോട് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെയാണല്ലോ ഇപ്പൊ എന്നോട് പെരുമാറുന്നത്, എന്താ അതിന് മാത്രം ഉണ്ടായതെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. എന്ന ആദർശ് ഒന്നിനും മറുപടി കൊടുക്കാൻ തയ്യാറാവാതെ ഒഴിഞ്ഞു മാറാണ്. ദേവയാനിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പെട്ടിരിക്കുന്നത്. കാരണം മരുമകൾക്ക് വേണ്ടി മകന്റെ അടുത്ത് സംസാരിച്ച് വാദിക്കാനും പറ്റത്തില്ല. കാരണം അമ്മായിയമ്മയുടെ മനസ്സിൽ മരുമകൾ ഇപ്പോഴും സ്ഥാനമില്ലെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതെങ്ങനെയാ തിരുത്തുക? അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇതിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവാണ് കേട്ടോ. ആ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് വിഷുവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നയന അനന്തപുരിയിൽ എത്തുന്നതാണ്. കയറി വരുമ്പോഴൊന്നും നയനയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഹോളിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ജാനകിയും ജലജയും ദേവ്യാനിയും അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന കയറി വരുന്ന കണ്ടപ്പോ തന്നെ ദേവ്യാനിക്ക് സന്തോഷാവാണ്. പക്ഷെ അതവിടെ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് ദേവ്യാനി. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം ആരാ വരുന്നത് നോക്കിയേ. ആഹാ, നയനമോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങ് പോന്നോ? ആ സമയത്ത് ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, ആദർശ മോളെ വിളിക്കാൻ ചെന്നില്ലേ? മോൾ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോളെങ്ങനെയാ വന്നത്? അത് ഞാൻ ഓട്ടോയ്ക്കാ മുത്തശ്ശ വന്നത്. അപ്പോ ആദർശ് നന്ദാവനത്തിലേക്ക് വന്നില്ലേ? ഇല്ല മുത്തശ്ശ, ആദർശേട്ടന് എന്തൊക്കെയോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓട്ടോ കയറി ഇങ്ങ് പോന്നു. അല്ല മുത്തശ്ശ, ആദർശേട്ടൻ ഇവിടെ ഉണ്ടോ? ആ, അവൻ ഇവിടെ രാവിലെ മുതലേ ഉണ്ടല്ലോ. രാവിലെ ആരെയും കൂട്ടാതെ അമ്പലത്തിലോട്ട് പോയതാ. സാധാരണ വിഷുവിന് എല്ലാവരുടെയും കൂടെ അവൻ പോവാറ്. ഈ തവണ അവൻ പോയത് ഒറ്റയ്ക്കാ. അപ്പൊ ദേവ്യാനി ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ, ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ആദർശ് എന്റെ പിന്നിലുണ്ടായിരുന്നു. അതോ ഇനി ഞാൻ പോയിട്ടായിരിക്കും അവൻ വന്നത്? ഒന്നും അറിയില്ല, ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ മോളെ, നിന്റെ അമ്മായിയമ്മ സാധാരണ വിഷുവിന് ജലജയും ജാനകിയും ഒക്കെ കൂട്ടിയിട്ടാ ക്ഷേത്രത്തിൽ പോവാറുള്ളത്. ഈ പ്രാവശ്യം അവൾ ആരോടും പറയാതെയാ പോയത്. ഈ പ്രാവശ്യം ഞാനും ഇദ്ദേഹം തനിച്ചാ പോയത്. സാധാരണ അങ്ങനെ പോവാറില്ല. എന്നാലും ഈ പ്രാവശ്യം എന്തൊക്കെയോ ഒരു താളം തെറ്റലുകളുണ്ട്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വിചാരിച്ചു പോയതല്ല. ഞാൻ ഇറങ്ങാൻ സമയത്ത് ഇവരെ ഒന്നും നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ പിന്നെ കരുതി ഞാൻ തന്നെ പെട്ടെന്ന് പോയിട്ട് വരാന്ന്. അല്ലാതെ ജലജയും ജാനകിയും കൂട്ടാതിരിക്കണം എന്നൊന്നും ഞാൻ കരുതിയതല്ല. അപ്പൊ പിന്നെ നിന്റെ മോൻ പോയതോ? അതിന് നിനക്കെന്തെങ്കിലും മറുപടി പറയാൻ പറ്റോ? നീ പറഞ്ഞിട്ടാണോ അവൻ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയത്? അത് പിന്നെ എനിക്കെങ്ങനെ അറിയാം? എന്നോട് അവൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അവനെയും കൂട്ടിയേ പോവായിരുന്നുള്ളൂ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ വിട് മോള് വന്നതല്ലേ ഉള്ളൂ. ആദർശിന്റെ അടുത്തോട്ട് ചെല്ല്. വിഷു ആയിട്ട് ഇനി തമ്മി ഒരു പ്രശ്നം വേണ്ട. ശരി മുത്തശ്ശ. ഇത് പറഞ്ഞ് നയനെ പോവാൻ നിൽക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിനു വേണ്ടിട്ട് ദേവ്യാനി പറയുന്നുണ്ട്, ഒന്നവിടെ നിന്നേ. എന്താ അമ്മേ? അല്ല, എവിടെ ചുറ്റിക്കറങ്ങിയാ വരുന്നത്? ഇപ്പൊ കയ്യിൽ ധാരാളം പൈസ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്ത് വേണേലും ചെയ്യാലോ. അമ്മേ, ഞാൻ എവിടെയും ചുറ്റിക്കറങ്ങാൻ പോയിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അങ്ങനെയായാ നിനക്ക് കൊള്ളാം. ശരി, പൊയ്ക്കോ. അങ്ങനെ നയൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവ്യാനി, നിന്റെ മരുമകൾ അങ്ങനെ തോന്നിയ പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയല്ല. പണത്തിന് അതിന്റേതായ മൂല്യം കൽപ്പിക്കുന്ന കുട്ടിയാ നയനമോള്. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അച്ഛാ. കണ്ണുള്ളപ്പോ ചിലർക്ക് കണ്ണിന്റെ വില അറിയില്ല. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ദേവ്യാനി, ഇന്ന് നല്ലൊരു ദിവസം. വിഷു ആയിട്ട് മോളെ പിണക്കാൻ നിൽക്കരുത്. എനിക്ക് ഇത് മാത്രമേ ഈ വീട്ടിലെ സ്ത്രീകളോട് പറയാനുള്ളൂ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്തിനാ അമ്മേ അവളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? പിന്നെ നിങ്ങളാണ് ദേവ്യാനിയേക്കാളും കുത്തു നോവിക്കുന്ന വാക്കുകൾ മോളോട് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ആദ്യം പറയേണ്ടത്. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ജലജെ, നീ നിന്റെ മരുമകൾക്ക് വിളിച്ചില്ലേ? അത് പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല അച്ഛാ, വിളിക്കണം. നീ എന്തായാലും വിളിക്കും. നീയെ ഞങ്ങളുടെ കണ്ണി പൊടി വിതറാൻ നോക്കാൻ ഞാനേ നയനമോളെ വിളിക്കും. ആ സമയത്ത് നീ അവളെ വിളിച്ചില്ലെന്നോ അല്ലെങ്കിൽ മോളോട് മോശമായി സംസാരിച്ചെന്നോ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറും. അതുകൊണ്ട് മാന്യമായ രീതിയിൽ മരുമകളെ വിളിച്ച് സംസാരിക്കുക. നിന്റെ പേരക്കുഞ്ഞാണ് ആ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മര്യാദയെങ്കിലും മനസ്സിലാക്കി സംസാരിക്കുക. അവക്ക് വിളിച്ചില്ലെന്ന് കരുതിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ജാനകി പറയുന്നുണ്ടോ. അപ്പൊ തന്നെ മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, അല്ല, നിന്റെ മരുമകൾ എവിടെ? എന്റെ മരുമകള് എന്തേ? ഒന്നും പറയാനില്ലേ? അവളെ ഇവിടെ കുറച്ചേരായിട്ട് കാണാനില്ലല്ലോ. എങ്ങോട്ട് പോയതാ? മോൾ ചിലപ്പോ അമ്പലത്തിൽ പോയി കാണും. ചിലപ്പോ അമ്പലത്തിൽ പോയി കാണുമെന്നാണോ? അല്ലാതെ അമ്പലത്തിലോട്ടാണോ പോയതെന്ന് നിനക്ക് ഉറപ്പില്ല അല്ലേ? നിന്നോട് അവളപ്പ കാര്യമൊന്നും പറഞ്ഞില്ല. ശരി, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അനി എന്ന് മുത്തശ്ശൻ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അവൾ എന്നെ ഭർത്താവായി കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ. അതുകൊണ്ട് തന്നെ അവൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊന്നും അവൾ എന്നോട് പറയാറില്ല. ഞാൻ ഇന്ന് രാവിലെ അവളോട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന്. അത് ഞാൻ അറിയേണ്ട ആവശ്യമില്ലെന്നാ അവൾ എനിക്ക് മറുപടി തന്നത്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ആ കുട്ടി ഇങ്ങനെ? ഒട്ടും നല്ല രീതിയിലല്ല ആ കുട്ടി സഞ്ചരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയറാണ്.
അപ്പൊ ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ, ഇവനുമായിട്ട് മോൾക്ക് എന്തോ പിണക്കമുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവനോട് പറയാതിരുന്നത്. അതൊക്കെ ശരി, അവനോട് പറഞ്ഞില്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ടല്ലേ അവള് പോവേണ്ടത്. ഇതാരോടും പറയാതെ തോന്നിയ മാതിരി ഇവിടുന്ന് പോവുകയാണോ? ആ സമയത്ത് ജാനകി മനസ്സിൽ കരുതുന്നുണ്ട്, ഓ ഈ അനാമിക മോള് ഓരോ തലവേദന ഉണ്ടാക്കി വെക്കുക, മനുഷ്യന് മെനക്കെടുത്ത. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയന മുറിയിലോട്ട് ചെല്ലുന്നതാണ്. ആദർശാണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നുണ്ട്. നയന മുറിയിലോട്ട് കടക്കുന്നതൊന്നും ആദർശ് ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ. എന്നാ ഈ വിളി കേൾക്കാത്ത മട്ടിൽ നിൽക്കാണ് ആദർശ്. ആദർശേട്ടാ, ഓ വന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ നിൽക്കാൻ പാടില്ലായിരുന്നോ? എനിക്ക് അങ്ങനെ ആദർശേട്ടനെ കാണാതെ അവിടെ നിൽക്കാൻ പറ്റുമോ? ആ, ചിലർക്ക് പറ്റും, ഭർത്താക്കന്മാരെ അമിതമായി സ്നേഹിച്ച് വഞ്ചിക്കുന്നവർക്ക്. എന്താ ആദർശേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആദർശേട്ടൻ അതിന് വഞ്ചിച്ചോ? ഇന്നലെ പിന്നെ നന്ദു ക്യാമ്പിലേക്ക് പോവല്ലേ, അതുകൊണ്ടല്ല അവിടെ നിന്നത്. അതിന് എന്നോട് പിണക്കാണോ? എനിക്ക് നിന്നോട് ഒരു പിണക്കില്ല. ദേ കുറച്ച് വിട്ടിരുന്നേ, ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ, എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാതെ. ആദർശേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? ദേഷ്യം വരും, നീ ഇപ്പൊ നല്ല അഹങ്കാരിയാണ്. കുറച്ച് കാശ് കയ്യിൽ വരാൻ തുടങ്ങിയപ്പോ നീ അഹങ്കാരിയായി. നിനക്ക് ചുറ്റിലുള്ള ആരും വേണ്ട. നിന്നെ എവിടെ വരെ എത്തിച്ച എന്നെയും നിനക്ക് വേണ്ട. ആദർശേട്ടാ മതി. ദേ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നിർത്തിക്കോട്ടോ. ഞാൻ ആരെയും കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഇന്നലെ ഞാൻ നിന്നോട് ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? ഇത്ര സമയമായിട്ടും അത് നീ ചെയ്തില്ല. ആദർശേട്ടാ, അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ? ആദർശേട്ടനല്ലേ പറഞ്ഞത് എന്നോട് അവിടെ എൻജോയ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടൊക്കെ മതിയെന്നല്ലേ ആദർശേട്ട പറഞ്ഞത്? തിരക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാനത് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് വിഷു ഒന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓ, അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ അത് ലൈസൻസ് ആക്കി എടുത്തിരിക്കുകയാണോ? ദേ എനിക്കൊട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് അത് കിട്ടിയേ പറ്റൂ. പിന്നെ നീ ഇതിനു മുമ്പ് വരച്ച 2 ഡിസൈൻസ് ഉണ്ടല്ലോ, അതൊട്ടും കൊള്ളത്തില്ല. അത് മാറ്റി വരയ്ക്കണം. അതിൽ കുറെ ഡിസൈൻസ് ഒക്കെ മാറ്റാനുണ്ട്. അതിന് ആദർശേട്ടൻ ഡിസൈനെ കുറിച്ച് എന്താ അറിയാം? നീയെ എന്നെ കൂടുതൽ പഠിപ്പിക്കുന്നു വേണ്ട. ഇത് തന്നെയാ പറഞ്ഞത്, നിനക്ക് അഹങ്കാരം കൂടുതലാണെന്ന്. നീ വരുന്നതിന് മുമ്പേ ഞാൻ തന്നെയാണ് ഇതൊക്കെ ഡീൽ ചെയ്തോണ്ടിരുന്നത്. അന്നും അത്യാവശ്യം കമ്പനിക്ക് നല്ല നേട്ടമൊക്കെ ഉണ്ടായിരുന്നു. നീ വന്നപ്പോ കുറച്ച് കൂടുതലായെന്ന് കരുതിയിട്ടേ അതിന് അഹങ്കരിക്കൊന്നും വേണ്ട. ആദർശേട്ടാ, എന്തൊക്കെ ആദർശേട്ടാ ഈ പറയുന്നത്? ചിലതൊക്കെ പറയേണ്ടടുത്ത് പറയണം. ഇല്ലാന്നുണ്ടെങ്കിലേ പലരും മറ്റുള്ളവരെ വഞ്ചിക്കും. അതെ, മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇതും പറഞ്ഞ് ആദർശ് അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ നല്ല വിഷമത്തിലാണ്. അങ്ങനെ നയന അമ്മയെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ദേവ്യാനിയുടെ മുറിയിലോട്ട് നയന ചെല്ലുന്നുണ്ട്. ജയൻ ഇല്ലാത്ത ഓർമ്മയിൽ നയന മുറിയിലോട്ട് വരുന്നുണ്ട്. അമ്മേ. ആ സമയത്ത് ജയൻ അവിടെ ഉണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കി ദേവിന് പറയുന്നുണ്ട്, എന്താ? അപ്പോഴാണ് നയന ജയനെ കാണുന്നത്. എന്താ മോളെ, മോൾക്ക് എന്തൊരു വിഷമമുള്ള പോലെ? ഏയ്, അത് പിന്നെ ഒന്നുമില്ല. പിന്നെന്തിനാ മോൾ അമ്മയെന്ന് വിളിച്ച് മുറിയിലോട്ട് വന്നത്? മോൾക്ക് എന്തെങ്കിലും ദേവിയനോട് പറയാനുണ്ടോ? അത് അമ്മയുടെ ഒരു കൂട്ടുകാരി എന്റെ അടുത്തൊരു ഡിസൈൻ തന്ന് ഏൽപ്പിച്ചിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഓ, അതിനെക്കുറിച്ച് നീ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? നിനക്ക് തന്ന ആളുകളോട് തന്നെ ചോദിച്ചാ പോരെ? അത് പിന്നെ അമ്മയോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതി. എന്നോട് നീ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്റെ അടുത്തേക്ക് നീ പരമാവധി വരുന്ന ഒന്ന് ഒഴിവാക്ക്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ദേവേനി, നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മോളിപ്പോ എന്തിനാ വന്നത്? നിന്റെ കൂട്ടുകാരിക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് നീ ഒന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. പക്ഷെ ഇവള് വരച്ചതായിരുന്നോടെ എനിക്ക് നോക്കാൻ ഇച്ചിരി മടിയുണ്ട്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ജയൻ ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജയൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അയ്യോ എന്റെ മോൾ എന്തിനാ കരയുന്നത്? മോൾ എന്തിനാ വന്നത്? അമ്മേ, ആദർശേട്ടൻ എന്നോട് ദേഷ്യത്തിലേ ഇപ്പൊ സംസാരിക്കുന്നത്. ദേഷ്യത്തിലോ? അതിന് മാത്രം എന്താ ഉണ്ടായത്? ഒന്നും അറിയില്ല അമ്മേ. പഴയ പോലെ എന്നെ നന്നായിട്ട് അകറ്റി നിർത്തുക. ഞാൻ അഹങ്കാരിയാണെന്നൊക്കെ ഇപ്പൊ ആദർശേട്ടൻ പറയുന്നത്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ചിലപ്പോ മോളെ ഇട്ട് അവൻ കളിപ്പിക്കായിരിക്കും. അല്ല അമ്മേ, ഇത് സീരിയസ് ആയിട്ടാ. ആദർശേട്ടൻ ഒരിക്കലും എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല. എന്താ ഇപ്പൊ അവന് പറ്റിയത്? മോളെ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവൻ എന്റെ പിന്നിലുണ്ടായിരുന്നോന്ന്. ഇനി ചിലപ്പോ ഞാൻ അമ്പലത്തിൽ നിന്ന് നേരെ മോളുടെ വീട്ടിലോട്ട് വരുന്നത് അവൻ എന്നെ ഫോളോ ചെയ്ത് കണ്ടു കാണുമോ? അതുകൊണ്ടായിരിക്കോ മോളോട് അവൻ? അമ്മേ, അതിനും സാധ്യതയുണ്ട്. കാരണം ഞാൻ വഞ്ചിച്ചു എന്നൊക്കെ ആദർശേട്ടൻ പറയുന്നത്. ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചത് മോൾക്ക് വലിയ ബുദ്ധിമുട്ടായോ? ഏയ്, എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അമ്മേ. പക്ഷെ ആദർശേട്ടൻ എന്നെ വെറുക്കുന്ന കാണുമ്പോൾ അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മോള് വിഷമിക്കണ്ട. ഞാനൊന്ന് ആദർശനോട് സംസാരിച്ചു നോക്കട്ടെ. അമ്മ എങ്ങനെ സംസാരിക്കാനാ? എനിക്ക് വേണ്ടി അമ്മയ്ക്ക് അവിടെ ചെന്ന് വാദിക്കാൻ പറ്റുമോ? എന്നാലും അവന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയാലോ മോളെ. ഞാനൊന്ന് സംസാരിക്കട്ടെ. മോള് വിഷമിക്കാണ്ടാട്ടോ. ഇതും പറഞ്ഞ് ദേവിയനെ ആദർശിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആദർശാണെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആദർശേ. ആ, അമ്മയോ? എന്താ അമ്മേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ചില മുഖങ്ങളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ചില മുഖങ്ങളെന്ന് വെച്ചാൽ ആരുടെ മുഖ? എന്റെ മുഖം അതിൽ ഉൾപ്പെട്ടോ? അയ്യോ, അമ്മയെ ഞാൻ ഇതിനെ അതിൽ ഉൾപ്പെടിപ്പിക്കുന്നത്. അമ്മ എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ആരാ നിന്റെ പ്രശ്നം? നയനയാണോ? ആ, അവളെന്നെ വഞ്ചിച്ചു. എന്ത് വഞ്ചിച്ചെന്ന്? അവളെന്താ ഇതിന് മാത്രം ചെയ്തത്? അതൊന്നും അമ്മ ഇപ്പൊ അറിയണ്ട. എന്തായാലും അവൾ എന്നോട് ചെയ്തത് എനിക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ.
അതുകൊണ്ട് എന്നിൽ നിന്ന് അവൾ ഇനി അത്രയ്ക്കും പ്രതീക്ഷിച്ചാ മതി. മോനെ, അമ്മയ്ക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. മോൻക്കറിയാലോ എനിക്ക് അവളെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം. എന്നാലും ഞാൻ പറയുവാ, നിന്റെ ജീവിതമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. നീ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനാ കോട്ടം തട്ടുന്നത്. അത് മാത്രമല്ല, നിനക്ക് അവളെ അറിയാലോ. അവൾ എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുക അവൾ അവളുടെ വീട്ടുകാർ കൊണ്ടുപോവാൻ. അതുകൊണ്ട് ഇപ്പൊ മോനെ, ഞാൻ തന്നെ അവളോടൊന്ന് മയത്തിലാ പെരുമാറുന്നത്. അവളുടെ വീട്ടുകാരെ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. അവളെ വിട്ടു തരാൻ അവർക്ക് മനസ്സില്ല. ഇനിയിപ്പൊ അവള് പോയി കഴിഞ്ഞാലും അവക്ക് നമ്മുടെ ജ്വല്ലറിയിൽ അല്ലെങ്കിൽ മറ്റൊരു ജ്വല്ലറിയിൽ സ്ഥാനം കിട്ടും. ഇതിനേക്കാൾ ശമ്പളവും അവക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ പിന്നെ അവൾ ആരായി? മോനെ അവൾക്ക് വേണം. അവളുടെ സ്വഭാവത്തോട് എനിക്കത്ര യോജിക്കാനൊന്നും പറ്റില്ല. പക്ഷെ മോന്റെ കാര്യത്തില് അവൾ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അവളെ മനസ്സിലാതെ കുറച്ചെങ്കിലും സ്നേഹിക്കുന്നത്. അതെന്റെ മോന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ അവളെ പോയി അവിടുന്ന് വിളിച്ചോണ്ട് വരുന്നത്. ഈ സമയത്ത് ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്നാലും സത്യം പുറത്തു വരരുത്. എന്നെങ്കിലും ഒരു ദിവസം മരുമകളും അമ്മായിയമ്മയും സത്യം പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്തായാലും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്കത് നിങ്ങളെ വായിലൂടെ തന്നെ അറിയണം. മോനെ ആദർശേ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ. എന്തായാലും അമ്മ എന്തിനാ അവക്ക് വേണ്ടി ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? അമ്മയ്ക്ക് അവളെ കാണുന്ന പോലെ ഇഷ്ടമല്ലല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളിതേ അവളുടെ വീട്ടിലോട്ട് പോയാ ഇനി ഞാനൊന്ന് നാണം കിട്ട അവളെ വിളിക്കാൻ ചെല്ലില്ല. ഇത് നേരത്തെ നിന്നോട് പറയാം. അവൾ ഇനി പോയാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം അവക്ക് എന്നെയല്ല വേണ്ടത്, അവക്ക് എന്റെ പണത്തെ ആഗ്രഹം. അയ്യോ, ഇവനെന്താ ഇങ്ങനെ? എനിക്ക് കരൾ നൽകിയത് ഇവന്റെ ഭാര്യയല്ലേ? എന്നിട്ട് ആ ഒരു സ്നേഹം പോലും ഇവൻ കാണിക്കുന്നില്ലല്ലോ. ഒരാൾ ഒരു ഉപകാരം ചെയ്താ തിരിച്ചങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താ അമ്മ ആലോചിക്കുന്നത്? ഏയ് ഞാനൊന്നും ആലോചിച്ചില്ല. എന്തായാലും നിന്റെ തീരുമാനത്തിന്റെ കൂടെ ഞാൻ നിൽക്കൂ. എനിക്ക് പറയാനുള്ളത്, നീ അവളെ വെറുതെ വെറുപ്പിക്കരുത്. അവളെ കൂടെ കൊണ്ടുപോകുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവളുടെ പാട് നോക്കി അവളുടെ വീട്ടിലോട്ട് പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അഹങ്കാരിയായി അവള് പോകുന്നെങ്കിലും പോട്ടെ, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ആ സമയത്ത് മുത്തശ്ശൻ വരുന്നുണ്ട്. ആരാ അഹങ്കാരി? നിന്റെ ഭാര്യയോ? അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ വൻ പരാജയമാണെന്ന് ഞാൻ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം അവൾ നല്ല അഹങ്കാരിയാ. ഇതൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനെ കൈ തരിച്ചു വരികയാണ് കേട്ടോ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൾ എന്നോട് അത്രയ്ക്കും വലിയ ചതിയാ ചെയ്തത്. ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോവാൻ കേട്ടോ. അതിന് പിന്നാലെ തന്നെ ദേവ്യാനി പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ നമ്മുടെ ആദർശമോന് പറ്റിയത്? മോളെ അത്രയിലേറെ സ്നേഹിച്ചിരുന്നല്ലോ. വസുന്ധരെ, ആദ്യം എനിക്ക് എന്തോ ദേഷ്യം തോന്നി. പക്ഷേ അവൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് അറിയണം. അല്ലാതെ നമ്മൾ ആദർശനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാ എന്താ ഇദ്ദേഹം പറയുന്നത്? മോള് തെറ്റുകാരിയാണെന്നാണോ? അങ്ങനെ ഒരിക്കലും അല്ല. നയനമോൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. പക്ഷേ എന്തോ എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിന് ആദർശനോടൊന്ന് സംസാരിക്കണം. ഓക്കെ, ഇനി എന്തായാലും ആദർശ് അമ്മായിയമ്മയും മരുമകളെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കിടലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.